ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ജൂൺ 16-17 തീയതികളിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. 50 years ഓഫ് NIUA. ഇന്ത്യയുടെ വികസന മേഖലയിൽ 5 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് അഥവാ NIUA. പ്രധാന പ്രവർത്തന മേഖലകൾ: ഗവേഷണവും നയരൂപീകരണവും. നഗരവികസനവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ സർക്കാരുകളെ സഹായിക്കുന്നു. ശേഷി വർദ്ധിപ്പിക്കലും സാങ്കേതിക വിദ്യയും. നഗരഭരണാധികാരികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ഡാറ്റയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നഗരങ്ങളെ കൂടുതൽ സ്മാർട്ടാക്കുകയും ചെയ്യുന്നു. ഇന്ത്യ പോസ്റ്റ് ഡ്രോൺ മെയിൽ. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി, റഹാർധാർ പോസ്റ്റ് ഓഫീസുകൾക്കിടയിലാണ് ഇന്ത്യ പോസ്റ്റ് ഡ്രോൺ മെയിൽ സേവനം ആരംഭിച്ചത്. ഈ പദ്ധതി വഴി വെറും 7 മിനിറ്റ് കൊണ്ട് തപാൽ ഉരുപ്പടികൾ എത്തിക്കാൻ സാധിക്കും. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഈ സേവനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രയോജനം: ദുർഘടമായ മലയോര പ്രദേശങ്ങളിൽ തപാൽ സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമാക്കാനും ഇത് സഹായിക്കുന്നു. GI ടാഗ് ലഭിച്ചു. ജാർഖണ്ഡിലെ 11 പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്കും ആസാമിലെ 4 ഉൽപ്പന്നങ്ങൾക്കും GI ടാഗ് ലഭിച്ചു. തദ്ദേശീയമായ കരകൗശല വസ്തുക്കൾ, കൈത്തറി, പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ അംഗീകാരം ഉറപ്പാക്കുന്നതിനാണ് ഈ പദവി നൽകുന്നത്. ജാർഖണ്ഡിൽ നിന്ന് GI ടാഗ് ലഭിച്ചവ താഴെ പറയുന്നതാണ്: കുച്ചായി സിൽക്ക്, ഭഗയ്യ സിൽക്ക്, ജാർഖണ്ഡ് ടസർ സിൽക്ക്, പഞ്ചീപരൻ സാരി, ഡുംക ചദർ, ജാർഖണ്ഡ് ബാംബു ക്രാഫ്റ്റ്, ജാർഖണ്ഡ് ഡോക്ര ക്രാഫ്റ്റ്, ആദിവാസി ആഭരണങ്ങൾ, ജതോപത്യ ചിത്രകല, കേസരിയ കലാകാന്ഡ്, ജാർഖണ്ഡ് ബെനു. ആസാമിൽ നിന്ന് GI ടാഗ് ലഭിച്ചവ കാർബി ആംഗ്ലോങ് കൈത്തറി ഉൽപ്പന്നങ്ങൾ, ദേവോരി കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആസാം മുള ഉൽപ്പന്നങ്ങൾ, ബിഹു പെപ്പ എന്നിവയാണ്. WT മാരുത്. വിൻഡ് എനർജി സപ്ലൈ ചെയിൻ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യ ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് WT മാരുത്. ഇതിൻ്റെ പൂർണ്ണരൂപം വിൻഡ് ടർബൈൻ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് യൂട്ടിലിറ്റി ട്രാക്കർ. ഗ്ലോബൽ വിൻഡ് ഡേയോടനുബന്ധിച്ച് ഗോവയിൽ വെച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പ്രധാന ലക്ഷ്യങ്ങൾ: സപ്ലൈ ചെയിൻ സുതാര്യത, വിതരണ ശൃംഖല മെച്ചപ്പെടുത്തൽ എന്നിവ ഉറപ്പാക്കുക. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തെ ഊർജ്ജ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ കാറ്റാടിയന്ത്ര കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ്. കോഡൻ. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ സെൻ്ററായ കോഡൻ അഥവാ സെൻറ്റർ ഓഫ് ഡിസൈൻ എക്സലൻസ് ഇൻ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് IIT ഹൈദരാബാദ് സ്ഥാപിക്കുന്നു. ഉദ്ദേശം: 2047 ആകുമ്പോഴേക്കും 100 ജിഗാവാട്ട് ആണവോർജ്ജം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ ലോകോത്തര എഞ്ചിനീയറിംഗ് പ്രതിഭകളെ വികസിപ്പിക്കുക എന്നതാണ്. സാങ്കേതികവിദ്യ: ഡസോൾട്ട് സിസ്റ്റംസിൻ്റെ സിമുലേഷൻ പ്ലാറ്റ്ഫോമാണ്. IIT ഹൈദരാബാദ്, CEEPL ഇന്ത്യ, ഡസോൾട്ട് സിസ്റ്റംസ് എന്നിവയുമായുള്ള ത്രികക്ഷി ധാരണാപത്രം വഴിയാണ് കോഡൻ സ്ഥാപിതമായത്. അഗ്നിവേഗ് ഡ്രോൺസ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള SMPP ലിമിറ്റഡ് എന്ന പ്രതിരോധ സ്ഥാപനത്തിൽ നിന്ന് 106 അഗ്നിവേഗ് ജെറ്റ് പവേർഡ് കാമിക്കേസ് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചു. വികസിപ്പിച്ചത് SMPP ലിമിറ്റഡ് ആൻഡ് KB ഇൻഡെല ബെലാറസ്. വൻതോതിൽ തിരക്കേറിയതും കബളിക്കപ്പെട്ടതുമായ പരിതസ്ഥിതികളിൽ ദൗത്യങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമായാണ് അഗ്നിവേഗ് ഡ്രോൺസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വാർഡ് ഓഫ് ഓണർ ആൻഡ് ഗോൾഡ് മെഡൽ. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അഥവാ IMAയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ഓവറോൾ ഓർഡർ ഓഫ് മെറിറ്റിൽ 1ാം സ്ഥാനം നേടുന്ന കേഡറ്റിനാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നൽകുന്നത്. 2026 ജൂണിൽ ഈ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ലഫ്റ്റനന്റ് വിശാൽ കുമാറാണ്. ഇദ്ദേഹം സ്വാർഡ് ഓഫ് ഓണറും പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി. അവാർഡ് നൽകിയത് ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ 158ാം പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ചാണ്. ഇന്ത്യൻ ആർമി ഭാരതി എയർടെൽ MOU. അരുണാചൽ പ്രദേശിലെ വിദൂര ഉയരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ മൊബൈൽ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യവും ഭാരതി എയർടെലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലക്ഷ്യം: സൈനിക പ്രവർത്തന ആശയവിനിമയ ശേഷികൾ ശക്തിപ്പെടുത്തുകയും വിശ്വസനീയമായ സെല്ലുലാർ നെറ്റ്വർക്ക് കവറേജിലൂടെ പ്രാദേശിക അതിർത്തി സമൂഹങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുക. കവർ ചെയ്ത ലൊക്കേഷനുകൾ ഈസ്റ്റ് കമെങ്, വെസ്റ്റ് കമെങ്, ദിബാങ് വാലി, അഞ്ചാവ് ജില്ലകൾ ഉൾപ്പെടെയുള്ളവയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ 4 കോർപ്സിൻ്റെ പിന്തുണയോടെ ഈ വിദൂര കണക്ഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് സൈന്യം ലോജിസ്റ്റിക്കൽ പിന്തുണ, വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ, ഫൈബർ വിന്യാസത്തിനുള്ള സഹായം എന്നിവ നൽകി. ഗ്രേപ്സ് 3 ടെലസ്കോപ്പ്. തമിഴ്നാട്ടിലെ ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര കോസ്മിക് റേ ഒബ്സർവേറ്ററിയാണ് ഗ്രേപ്സ് 3 അഥവാ ഗാമ റേ അസ്ട്രോണമി PEV എനർജീസ്.
ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ജപ്പാനിലെ ഒസാക്ക സിറ്റി യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. ലക്ഷ്യം ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന കോസ്മിക് രശ്മികളുടെ ഉത്ഭവം, അവയുടെ ആക്സലറേഷൻ എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. പ്രവർത്തന രീതി: അന്തരീക്ഷത്തിലെത്തുന്ന പ്രാഥമിക കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലെ മറ്റ് കണികകളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മ്യൂഓൺ എന്ന ഉപ അറ്റോമിക് കണികകളെ കണ്ടെത്താനായി ഗ്രേപ്സ് 3 ഒരു വലിയ ഡിറ്റക്ടർ ശൃംഖല ഉപയോഗിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.